നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ജിസ്മോളുടെ ബോഡി കിട്ടിയ ഒരു സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ചൂണ്ടക്കാർ ജിസ്മയുടെ ബോഡി പിടിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന വിഷയത്തിലേക്ക് ഇനിയും ചർച്ച പോയാൽ ഗുണത്തെക്കാട്ടിലേറെ ദോഷമാകും. കാരണം ബോഡിയെ സംബന്ധിച്ച് ഇത് എങ്ങനെ ചാടി, എവിടെ നിന്ന് ചാടി, നിങ്ങൾക്ക് അതിനകത്ത് CCTV ദൃശ്യങ്ങളുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും അതിനൊന്നും മറുപടി തരാൻ ഉള്ള സമയമായിട്ട് അതൊക്കെ പോലീസ് പുറത്തു വരേണ്ടതാണ്. പക്ഷേ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കഴിഞ്ഞ ബോഡി സ്റ്റിഫായിട്ടിരിക്കും, അനങ്ങത്തേ ഇല്ല. അത് നമ്മൾ കൈ പിടിച്ചൊടിച്ചാൽ ഒടിച്ചെടുക്കേണ്ടി വരും, അല്ലാതെ അത് വഴങ്ങത്തില്ല. പക്ഷേ ഇത് ബോഡി കണ്ടെടുത്ത ആൾക്കാർ അവരുടെ കൈ എടുത്ത് മടിയിൽ വെച്ച് കൈക്ക് ചൂട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പച്ചയ്ക്ക് വെച്ച ബോഡി ആയിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ചർച്ച കൊണ്ടുപോകുന്നില്ല, അത് പോലീസ് തീരുമാനിക്കട്ടെ. ഏതായാലും ആത്മഹത്യ ആണ് എന്ന് തീരുമാനിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്, ധാരാളം പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. 3 തവണ ഈ കേസുകൾ ഒത്തുതീർപ്പാക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെന്നപ്പം ജിമ്മിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ജിമ്മിയെക്കുറിച്ച് പറഞ്ഞത്, ഇപ്പം അവിടുത്തെ അച്ഛൻ, നമ്മൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായ അച്ഛൻ പറഞ്ഞത്, ജിനു എന്ന് പറഞ്ഞ അച്ഛൻ നമ്മളോട് പറഞ്ഞത്, ഇവിടെ 3000-ഓളം സ്റ്റാഫുകളുണ്ട്, അത്യാവശ്യം നല്ല സ്റ്റാഫുകളെയൊക്കെയാണ് നമ്മളിവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെയുള്ള ഒരു സ്റ്റാഫും മോശമാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതുവരെയും ജിമ്മിയെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, പുറത്താക്കാൻ പരിപാടിയുമില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, കുറ്റപത്രം വന്നാലോ? അതന്നേരമല്ലേ, അത് അന്നേരം ആലോചിക്കാമെന്ന് പറയുന്നു. കാരണം സഭയ്ക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ആളാണ് ജിമ്മി. മെയിൻ്റെനൻസ് സൂപ്പർവൈസറായ ആൾ പോലെ ജിമ്മി മദ്യപിക്കുകയില്ല, പുകവലിക്കുകയില്ല, അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു, വളരെ പഞ്ച്വാലിറ്റി ഉള്ള ഒരു വർക്കറായിരുന്നു ഇവിടുത്തെ എന്നൊക്കെയാണ് നമ്മളോട് സൂചിപ്പിച്ചത്. പക്ഷേ ഇത് ഒന്ന് ഓർത്തോണം, ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നതാണ്. വീട്ടിൽ ഒരു പെൺകുട്ടിയെ അച്ഛനും അല്ല അമ്മയും സഹോദരിയും ഒക്കെ പീഡിപ്പിക്കുമ്പോൾ ഈ ഭാര്യ, ഈ ജിസ്മോൾ ആരോടാണ് തൻ്റെ പരിതാപം പറയേണ്ടത്? ഈ ഭർത്താവിനോടാണ്. ആ ഭർത്താവ് അമ്മയുടെയും അല്ലെങ്കിൽ സഹോദരിയുടെയും ഭാഗത്ത് നിന്ന് ഇവിടെ ശത്രുവിനെ പോലെ പെരുമാറുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയ പീഡനം. കാരണം ഒരു ഭാര്യയ്ക്ക് എപ്പോഴും താങ്ങും തണലുമായിരിക്കണം, അവളെ ഒന്ന് സ്വാതന്ത്ര്യപ്പെടുത്താൻ. ഇവരുടെ മുന്നിൽ വെച്ച് അവളെ വഴക്ക് പറയാം, അത് കഴിഞ്ഞ് മുറിയിലെത്തി അവളോട് പറയാം, ഇത് വീടല്ലേ, ഇത് കൂട്ടുകുടുംബം അല്ലേ, നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവനോട് ചേർക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഓരോ ജീവിതങ്ങൾ ഓരോരുത്തർ നടക്കുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും ചെയ്യാതെ ഇവളെ ഒരു ശത്രുവായിട്ട് കണ്ട് ഇവൻ ഈ സുന്ദരനായ ഈ ചെറുപ്പക്കാരന് ഇതിനെക്കാട്ടി വലിയ സുന്ദരിയെ കിട്ടുമെന്ന് ഈ പെങ്ങളും അമ്മയൊക്കെ അങ്ങ് ധരിപ്പിച്ചു. നിനക്കിതൊന്നും കിട്ടിയാൽ പോരാ, നിനക്കിതിനെക്കാട്ടി വലിയ വെളുത്ത സുന്ദരിയെ കിട്ടുമായിരുന്നു, ഐശ്വര്യയെ കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് അതിനകത്തൊക്കെ വശംവദനായി പോയ വിഡ്ഢി എന്നാണ് ഞങ്ങൾ ഇവനെ പറയുന്നത്. കാരണം ഒരാൾക്ക് അവൻ്റെ ഭാര്യ അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ഭാര്യയുടെ മുകളിലേക്ക് വരുന്ന ശാപശരങ്ങൾ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇവൻ എൻ്റെ ഭാര്യയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ തട്ടിക്കളിക്കാനുള്ളതല്ല എന്ന് പറയാൻ തൻ്റെ ഇടവില്ലെങ്കിൽ നീ എന്തിനാണ് കല്യാണം കഴിച്ചത് മോനെ? അതല്ലേ ചോദിക്കേണ്ടത്? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമൊന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇപ്പോൾ ഇവിടെയാണ് ജിസ്മോള് കുട്ടികളെയും കൊണ്ട് പുഴയിൽ ചാടി എന്ന് പറയുന്ന മുകളിലാണ്, തൊട്ട് മുകളിലാണ്, മീനച്ചിലാറിന്റെ തീരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ നിന്നാണ് ജിസ്മോടെ കുട്ടികളുടെ ഒരു 200 മീറ്ററേ ഉള്ളൂ വെള്ളത്തിൽ, ഒരു 200 അല്ലെ 250 മീറ്ററിന് അപ്പുറത്താണ് സ്കൂട്ടർ ഇരുന്നതും, അവിടെയാണ് ചാടിയെന്ന് പറഞ്ഞു. പക്ഷേ വളരെ ദുർഘടമായ സ്ഥലമാണ്. പക്ഷേ അതൊക്കെ ഒരു ആത്മഹത്യ ചെയ്യുന്ന ആളിനെ സംബന്ധിച്ച് ഒരു ദുർഘടവും അവർക്കൊരു കാര്യമല്ല. അവർക്ക് അത് തീരുമാനിച്ചിറങ്ങിയാൽ അവരങ്ങ് പുറപ്പെട്ടു പോവുകയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ജിസ്മോളുടെ ബ്രദർ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ അച്ഛനെയും എന്നെയും പപ്പായെ എന്നെയും ഡാഡിയെ ഓർത്തില്ലല്ലോ ഈ എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഞങ്ങളോടൊക്കെ പേഴ്സണലായിട്ട് പറയുന്നതാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. തീർച്ചയായിട്ടും ആത്മഹത്യ പ്രേരണ നടത്തിയാലും അതൊരു കൊലപാതകം തന്നെയാണ്. ആണോ? അല്ലേ? അതെ. നമ്മളൊരു കുടുംബത്തിൽ ഒരാളെ മാക്സിമം നീ പോയി ചാക് അല്ലെങ്കിൽ നീ ചത്തേ മതിയാവൂ എന്നുള്ള രീതിയിൽ അവരെ മാനസിക പീഡനം ഏൽപ്പിക്കുമ്പോൾ അതും ഒരു കൊലപാതകം തന്നെയാണ്. അല്ല, അപ്പോൾ ആത്മഹത്യ, അപ്പോൾ എന്നെ കൊണ്ട് ഇവർക്ക് ആവശ്യമില്ല, ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചേക്കാന്ന് ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അതൊരു പ്രേരണ തന്നെയാണ് ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പം ജിമ്മി എത്ര വിശുദ്ധനാന്ന് പറഞ്ഞാലും, ഇപ്പം ജിമ്മിയുടെ മെയിൻ്റെനൻസ് സൂപ്പർവൈസർ പറയുന്നു അദ്ദേഹം സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു, അതുപോലെ തന്നെ കുട്ടികളെ വേദപാഠം പഠിപ്പിക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ മക്കളോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്.
അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പം നമ്മളിങ്ങനെ ഇപ്പം പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അല്ല, ഇവനെ ഇങ്ങനെയുള്ള ആൾക്കാർ വേദപാഠം പഠിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും? കാരണം ഇവൻ പഠിച്ച വേദപാഠം ഏതായിരുന്നു എന്ന് അറിയില്ല. കാരണം ഭാര്യയ്ക്ക് എന്തോ നിങ്ങൾ പറയുന്നത് ബൈബിളിൽ പറയുന്നല്ലോ, നിനക്ക് കൊടുത്തില്ലെങ്കിലും ഭാര്യയെ ഉടുപ്പിക്കണം, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഭാര്യയ്ക്ക് കൊടുത്തിട്ട് കഴിപ്പിക്കണം എന്നൊക്കെയാ പറയുന്നത്. അപ്പോൾ അത് ഈ വേദപാഠത്തിന്റെ ഭാഗമല്ലേ? ആ പുസ്തകം അല്ലേ അവൻ പഠിച്ചത്? വേറെ ബൈബിളാണോ അവൻ പഠിച്ചത്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പം ഇതിങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും നമ്മൾ വിശുദ്ധന്മാരെന്ന് കാണുന്നവരൊന്നും വിശുദ്ധന്മാരല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിനകത്ത് ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. ഈ പീഡനത്തിൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും. കാരണം 7 മാസം ഗർഭിണിയാകുന്ന സമയത്ത് അവൾ രാവിലെ ഉണർന്നു. അവൾക്ക് രാവിലെ ഓഫീസിൽ പോകണം. ആ സമയത്ത് അവൾ ഗ്യാസ് ഓൺ ചെയ്ത് കുക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവർ സാധാരണ വിറക് ധാരാളം കിട്ടുന്നതുകൊണ്ട് വിറക് അവർ മേളിൽ ഒരുക്കണ്ട, അതെടുത്തുകൊണ്ട് വന്ന് ചെയ്യാത്തത് എന്താണ് എന്ന് പറഞ്ഞാണ് ഒരു ദിവസം വഴക്കുണ്ടാകുന്നത്. 7 മാസം ഗർഭിണിയായ ആ പെണ്ണിനെ കൊണ്ട് ആ നാത്തൂനും അമ്മയും കൂടി അവളെ കൊണ്ട് തന്നെ വിറകെടുപ്പിച്ചുകൊണ്ട് വന്ന് അടുപ്പിൽ വെച്ച് നിന്നു. അപ്പോൾ അവൾ എന്തോ ധിക്കാരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഇവൻ വന്ന് മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം ഇത് മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് സഹോദരനോട് അടുത്ത ദിവസം പറയുകയാണ്. സഹോദരനും അച്ഛനും ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പറഞ്ഞു, എടാ നിൻ്റെ പെങ്ങൾക്ക് ഇന്നലെ ഞാൻ അടി കൊടുത്തു കേട്ടോ എന്ന്. അപ്പോൾ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയോട് തറുതല പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് 7 മാസം ഗർഭിണിയായ അവൾക്ക് മധുരങ്ങളൊക്കെ ആയിട്ട് ചെന്ന അച്ഛനും അമ്മയും കേൾക്കുന്നത് അവൻ അടി കൊടുത്തു എന്ന് പറയുന്ന മനോഹരമായ വാക്കാണ്. അവൻ അടി കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് വയറ്റിലുണ്ട്. ഇതിനകത്ത് ഒരു മുള്ളു കൊണ്ടാൽ പോലും അതിൻ്റെ വേദന ആ കുഞ്ഞും സഹിക്കേണ്ടതാണ്. അത് ഒരു ബോധവുമില്ലാത്തൊരു ഭർത്താവിന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. എന്നിട്ടത് അഭിമാനത്തോടെ ഞാൻ അങ്ങനെ ഒരു ധീരകൃത്യം ചെയ്തു എന്ന് പറയാനുള്ളൊരു മനസ്ഥിതിയുടെ കാണിച്ച ഈ മോനെക്കുറിച്ച് നമ്മൾക്ക് എന്ത് പറയാനാണ്? അതായാലും എത്ര ഈ ശുദ്ധതയും അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നു, ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല, ഞാൻ ബീഡി വലിക്കുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്ത് മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം അവൻ്റെ ഇല്ല, അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന അച്ഛന്മാരെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പം നമ്മളച്ഛനെ നേരിട്ട് പോയി ചോദിച്ചു. കാരിത്താസിലെ ഡെപ്യൂട്ടി ഡയറക്ടറെ നേരിട്ട് പോയി നമ്മൾ സംസാരിച്ചു. നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ കാരിത്താസിൽ പോയി അസിസ്റ്റൻറ്റ് ഡയറക്ടറെ കണ്ടു. അദ്ദേഹമാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അവർ തന്നെയാണ് ഈ ഷൈനിയുടെ കേസിലും ഈ നിരുത്തരവാദിത്വപരമായ ഇരയ്ക്ക് എതിരെ വേട്ടക്കാരന് വേണ്ടി നിൽക്കുന്ന ഒരു സഭയായിട്ട് അവർ മാറുന്നു എന്നുള്ളതിൻ്റെയാണ്. ഈ 2 വിഷയങ്ങളും ഞങ്ങൾ സംസാരിച്ചു. ഏതായാലും ആ വിഷയങ്ങൾ ഷൈനിയുടെ വിഷയങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ കൂടെ പെടുത്തുന്നില്ല, ഞങ്ങൾ പിന്നെ പറയാം. ഏതായാലും ജിസ്മോളുടെ വിഷയം സംസാരിക്കുമ്പോൾ അത് തന്നെയാണ് പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെ അച്ഛൻ ഒരു പ്രാവശ്യം പല പ്രാവശ്യമായിട്ട് ഈ ജിമ്മിയോട് പിതാവ് പറയുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഇവർ വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ പിതാവ് പറയും, എടാ നീ ആ കാരിത്താസിൻ്റെ അടുക്കലെങ്ങാനും പോയൊരു വീടെടുത്ത് അവിടെ നിങ്ങൾ താമസിക്കാൻ നോക്ക്. 45 വർഷമായിട്ട് എനിക്ക് ഇവിടെ സ്വസ്ഥത തരുന്നില്ല, അതുപോലെ നിനക്കും സ്വസ്ഥത കിട്ടത്തില്ല, അതുകൊണ്ട് നീ അവിടെ പോയി നിങ്ങൾ രണ്ടും കൂടെ സ്വസ്ഥമായി താമസിക്കുമെന്ന് ഈ പിതാവ് പലതവണ ജിമ്മിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം കൃത്യമായി ഈ അച്ഛന് അറിയാം. അതുകൊണ്ട് ഈ അച്ഛനെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു അടുത്തവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ ഇത് അറസ്റ്റിലേക്ക് വന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതൊരു കാര്യം കൂടിയുണ്ട്. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അതായത് ബസ് വിറ്റപ്പോൾ ഇവരുടെ ബസ് റൂട്ട് സഹിതം വിൽക്കുകയും അതിന് പാർക്കിംഗ് പ്ലേസ് ആയിട്ട് 5 ലക്ഷം രൂപ ഒരു പ്ലേസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ പ്ലേസ് കാണിച്ചു കൊടുത്തിട്ട് 5 ലക്ഷം രൂപ ആ പാർക്കിംഗ് പ്ലേസ് ബസ് പാർക്ക് ചെയ്യാനുള്ള പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ള ഓണർ അങ്ങനെ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ പ്ലേസിന് ഇവർക്ക് എഗ്രിമെൻറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ പാർക്കിംഗ് പ്ലേസ് കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ അത് കേസായി. ആ കേസ് അന്വേഷിക്കാനായിട്ട് നമ്മളെ ജിസ്മോളെ ഏൽപ്പിച്ചു. അപ്പോൾ ജിസ്മോൾ അന്ന് തന്നെ പറഞ്ഞു, അച്ഛാ ഇത് എഗ്രിമെൻ്റ് ഉള്ളതാണ്, അപ്പോൾ ഇത് എഗ്രിമെൻ്റ് ഉള്ള ഒരു കാര്യം നമ്മൾ കേസ് തോറ്റുപോകും, അപ്പോൾ എന്നാലും നീ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ കേസ് കൊടുത്തു. അപ്പോൾ ആ കേസ് പരാജയപ്പെട്ടപ്പോൾ ഇവളുടെ കയ്യിൽ നിന്ന് ഈ 5 ലക്ഷം രൂപ അവർക്ക് നഷ്ടപരിഹാരവും 5 ലക്ഷം രൂപ അതിൻ്റെ കോടതി ചെലവ്, അപ്പോൾ ആ പൈസ ജിസ്മോൾ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വഴക്കുണ്ടായി എന്നാണ് പറയുന്നത്. കാരണം ജിസ്മോളുടെ അമ്മ മരണപ്പെട്ട് അവരുടെ ഒരു 4 ലക്ഷം രൂപ FD ഉണ്ടായിരുന്നു. ആ FD അന്വേഷിച്ച് 3 ദിവസം മുമ്പ് ജിസ്മോൾ വക്കീലിനെ കണ്ടിരുന്നു. അപ്പോൾ അവൾക്ക് സാമ്പത്തികമായി അവൾക്ക് വല്ലാത്ത ഞെരുക്കം അനുഭവപ്പെട്ടു. ഈ ഞെരുക്കം എന്തിനു വേണ്ടിയായിരുന്നു? അവൾ ഓഫീസൊക്കെ സെറ്റപ്പായി 35,000 രൂപ ഇവൻ്റെ നിന്ന് കടം വാങ്ങിച്ചു. ആ പൈസ അവൾ തിരിച്ച് ഒരു കേസ് കിട്ടുമ്പോൾ അവനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അവൻ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയപ്പോൾ ജിമ്മിക്ക് അത് ഇട്ട് കൊടുക്കുകയും ചെയ്തു.
അങ്ങനെ വേറെ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല. പിന്നെ അപ്പോൾ അങ്ങനെ ആ പൈസ കൊണ്ട് അവൾ ജിമ്മിയെയും കുഞ്ഞുങ്ങളെയും കൂട്ടി UK പോയി കോടതി അവധിയായിരിക്കുന്ന ഈ സമയത്ത് വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിരുന്നു. അതിനായിട്ട് വെച്ചിരുന്ന പൈസയാണ്. ആ പണമാണ് ഇവർ നിർബന്ധിച്ച് ആ പണം തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ വഴക്കുണ്ടായി എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ അറിവിലേക്ക് വന്നിരിക്കുന്നത്. വളരെ അന്ന് പ്രസംഗത്തിൽ വക്കീൽ പറയുന്നുണ്ടായിരുന്നു. അല്ല, ഇത് നാട്ടുകാർ പറയുന്നത് ജിമ്മിയുടെ ഫാദറിനെ പറ്റി നല്ല അഭിപ്രായമല്ല. ജിമ്മിയുടെ അതിങ്ങനെയുണ്ട്. അത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒത്തിരി പേരുദോഷം ഉണ്ടെന്നാണ് പറയുന്നത് ഈ നാട്ടിൽ. അപ്പോൾ അങ്ങനെ പേര് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ വണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഒത്തിരി അനധികൃതമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പണം സമ്പാദിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ അദ്ദേഹം വളരെ മാന്യനായിട്ട് ഇടപെടുന്നെങ്കിലും സ്ത്രീ സംബന്ധമായ ചില വിഷയങ്ങൾ അദ്ദേഹത്തെ ഉണ്ടെന്ന് നമ്മൾ വന്ന് ബന്ധപ്പെട്ടപ്പോൾ ഈ നാട്ടുകാർ തന്നെയാണ് നമ്മളോട് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇത് വേറൊരു ദുരൂഹതയുടെ അതിനകത്തുണ്ട്. ഇനി ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ സംശയം ഉണ്ടായിരുന്നെന്ന്. ഇപ്പോൾ ജിസ്മോളെയും ചേർത്ത് ബീന ടീച്ചർ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അയാളുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും ടീച്ചർ പറയുന്നത്. അപ്പോൾ ആ രീതിയിലും ജിസ്മോളോട് എന്തെങ്കിലും ഒരു മോശമായ പെരുമാറ്റം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളതും നമ്മൾ പോലീസ് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇദ്ദേഹത്തെ പറ്റി നാട്ടുകാർ പൊതുവിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു കാര്യം അതാണ്. അദ്ദേഹം വളരെ നീറ്റായിട്ട് എല്ലാവരുമായിട്ട് ഇടപെടുന്ന മാന്യനാണ്. വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ എടുത്ത് രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ഒരു ആരോപണവും ഈ നാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ബീന ടീച്ചറിന് സംശയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ജിസ്മോയുടെ ഫാദർ തന്നെയാണ് പറയുന്നത് ഇദ്ദേഹത്തെ ചേർത്ത് അവർ സംശയം ഇങ്ങനെ കുറ്റം പറയുമായിരുന്നു. കാരണം ഇത് ഫോണിന്റെ ഡേറ്റാസ് പുറത്തു വന്നപ്പോഴാണ് ഈ ആദ്യം ഒരു പ്രതികളായത്. പിന്നെ കുറച്ചുകൂടെ പുറമോട്ട് പോയപ്പോഴാണ് ഈ പെങ്ങളും അതേപോലെ തന്നെ അമ്മായിയമ്മയും വീണ്ടും പ്രതികളാക്കി. അങ്ങനെ 4 പ്രതികളാണ്. ഇനി 5ാമത്തെ ഒരു പ്രതി തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ഫോൺ എങ്ങനെ ഈ അമ്മാവൻ്റെ കയ്യിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അമ്മാവനും കൂടി ചേർത്ത് പീഡിപ്പിച്ച് അവളെ ബന്ധനത്തിലാക്കി വെച്ചിരുന്നുവെന്നും അവൾക്കത് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ നീ എങ്ങും പോകണ്ട, നിന്നെ പീഡിപ്പിച്ച് തന്നെ അവളുടെ ശരീരത്ത് പൊള്ളലിട്ടിരുന്നല്ലോ, അപ്പോൾ ഇത്തരം പൊള്ളലുകളെ കുറിച്ച് സഹോദരന്മാരോടും എല്ലാം ഫോൺ വിളിച്ച് പറഞ്ഞത് പ്രശ്നമാകണ്ട എന്ന് കരുതി അവർ ഫോൺ പിടിച്ചു വാങ്ങിച്ച് വെച്ചു എന്നും ആത്മഹത്യയാണ് എന്നാണ് പറയുന്നതിൽ അങ്ങനെ തീരുമാനിക്കുക. കൊലപാതകമാണെങ്കിൽ അവൾ ഈ നിളയൊക്കെ പറയുന്നത് പോലെ 36 മണിക്കൂർ തൊട്ട് അവളെ ഫോൺ എടുക്കുന്നില്ല, അവളെപ്പം വിളിച്ചാലും ഫോൺ എടുക്കുന്നവളാണ്, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കുന്നവളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജീവനുള്ള ശരീരം ആ ഫോണിൻ്റെ ഉടമസ്ഥന് ജീവനുണ്ടെങ്കിൽ ആ ഫോണിൽ കൂടെ തിരിച്ചു വിളിക്കും എന്നുള്ളൊരു ഒരു നിള പറഞ്ഞു വെച്ചത്. പക്ഷേ ഞങ്ങൾ ഇതിനകത്തെ കൺഫ്യൂഷനിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നില്ല. ഇനി പോലീസ് മറ്റ് തെളിവുകളുമായി വരുമ്പോൾ മാത്രമേ അത് കൊലപാതകമാണോ അല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാം, ജിസ്മോളുടെ അമ്മായിയച്ഛനെ കുറിച്ച്, അതായത് ജിമ്മിയുടെ ഫാദറിനെ കുറിച്ച് എന്തെങ്കിലും മോശമായ പെരുമാറ്റം ജിസ്മോളുടെ നേർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം വേണമെന്നും നാട്ടുകാർക്ക് താല്പര്യമുണ്ട്. ഈ കാര്യവും പോലീസ് മുഖവിലേക്ക് എടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പിന്നെ പിണറായി വിജയൻ്റെ സർക്കാർ വളരെ നല്ല രീതിയിൽ ഈ പറഞ്ഞ അല്ല, ഇപ്പം ഇതിനകത്ത് ഒരു വിഭാഗം ആൾക്കാർ മാറി നിൽക്കുന്നുണ്ട്. ആ മാറി നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കേസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അത് കോടതിയിലെത്തിയല്ലോ, അത് കോടതിയിൽ നിന്ന് പോയല്ലോ, അപ്പോൾ പിന്നെ ഇനി എന്തിനാണ് നിങ്ങൾ കോടതി കൊണ്ടുവന്ന് കള്ളാസ് പോലീസ് സ്റ്റേഷനിൽ കള്ളാസ് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നവരോട് ചോദിക്കാനുള്ളത് കാര്യം, അവർ കൃത്യമായിട്ടാണ് പിണറായി വിജയൻ്റെ പോലീസ് കേസുകൾ അന്വേഷിക്കുന്നത് എന്ന് ഈ പറഞ്ഞ ആൾക്കാർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവരൊരിക്കലും ഇങ്ങനൊരു സമരസമിതിയിലുമായിട്ട് മുന്നോട്ട് പോകണ്ട. അവർക്ക് അങ്ങനെ തന്നെ ഇരിക്കാം. അതല്ല, പിണറായി വിജയൻ്റെ പോലീസ് നീതിയുക്തമായി കേസുകൾ അന്വേഷിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾ പുറത്തു വന്ന് നാട്ടിലെ കൂട്ടായ്മയുമായിട്ട് കൂട്ടുചേർന്ന് ഈ കുട്ടിക്ക് നീതി നേടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും. അതല്ല ചാണ്ടിയമ്മൻ പറഞ്ഞത്, നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി പറയൂ എന്ന് ഇവിടുത്തെ സ്ഥല MLA തന്നെ പറഞ്ഞല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ എല്ലാ പരിഹാരമുണ്ട്. നിങ്ങൾ പോയി നേരിട്ട് പോയി മുഖ്യമന്ത്രിയെ പോയി പറയൂ എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടുത്തെ സ്ഥല MLA ചാണ്ടിയമ്മനാണ്. അല്ല, അന്ന് ഒരു സംഭവം കൂടെ നടന്നു. പക്ഷേ അത് ഞങ്ങളുടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരാൾ മോശക്കാരനാക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇടാവുന്നേ ഉള്ളൂ. അപ്പുറത്തൊരു പാലമുണ്ട്, 9 വർഷമായി 4 തൂണിലായിട്ട് നിൽക്കുകയാണ്. അവിടേക്കൊരു വഴി തരണമെന്ന്, അവിടത്തേക്കൊരു പാലം തീർത്ത് തരണം, ഇല്ല ഞങ്ങളുടെ ഭരണം വന്നാലേ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ എന്ന് ദാക്ഷ്യത്തോടെ പറയുന്ന വീഡിയോ ഞങ്ങളുടെ വശമുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട്, അത് ആ നാട്ടുകാരുമായിട്ട് സഹകരിക്കുന്നതായതുകൊണ്ട്, അപ്പോൾ അവർ ചോദിച്ചു, ഇപ്പോൾ ഇത്രയേ ഉള്ളല്ലോ സാറിന് പറയാൻ, ഇത് ഫൈനലാണല്ലോ, അപ്പോൾ സാറിനെ കൊണ്ട് പറ്റത്തില്ല, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടുന്ന് പിണങ്ങി നടന്നു പോകുന്നതും ഞങ്ങളുടെ വീഡിയോയിലുണ്ട്. അത് ഞങ്ങൾ ഇടാത്തതാണ്. കാരണം അങ്ങനെ ഞങ്ങൾക്ക് ഈ ജിസ്മോളുടെ കേസിൽ ബിനോയ് മാത്യുവിനെ രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഞങ്ങൾ ഇനിയും കണ്ടാലും, അത് കോൺഗ്രസ് ആണ് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും, BJP ആണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞാലും, CPM ആണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞാലും ഞങ്ങളത് ചൂണ്ടിക്കാട്ടും. കാരണം ഞങ്ങൾ ഈ കേസിൽ ജിസ്മോൾക്ക് നീതി കിട്ടണമെന്ന വശത്ത് തന്നെയാണ്. ഈ നാട്ടുകാർ രൂപീകരിച്ചിരിക്കുന്ന സമിതിയുടെ കൂടെ തന്നെയാണ്. അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശമില്ല. തീർച്ചയായിട്ടും വീട്ടിൽ വന്ന മരുമോൾക്ക് അദ്ദേഹത്തിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കപ്പെടേണ്ടതാണെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പം ചാണ്ടിയോമൻ
എൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നു, ഞങ്ങൾ ചെയ്തു. അത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല, യാദൃച്ഛ്യമായി ഉണ്ടായ ഒരു സംഭവമാണത്. പക്ഷേ അതുകൊണ്ട് ഒരു നേട്ടമുണ്ടായി. ചാണ്ടിയമ്മനെ പോലുള്ള ഒരു വ്യക്തി ജിസ്മോളുടെ വീട്ടിലേക്ക് ചെല്ലുവാനൊരു മനസ്സ് കാണിച്ചു. അദ്ദേഹം കുറേ കോൺഗ്രസ്സുകാരെയും കൂട്ടിക്കൊണ്ട്. നമ്മളൊന്ന് ഓർക്കണം, ജിസ്മോള് വെറും ഒരു ആളല്ലായിരുന്നു, മുൻ മുത്തോലി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ സമുന്നതയായ ഒരു നേതാവായിരുന്നു. ചാണ്ടിയമ്മനൊക്കെ പോകാൻ സമയമുണ്ടായത് ഈ വാർത്ത വന്നിട്ടാണ് എന്ന് കേൾക്കുമ്പോഴാണ് നമ്മളെ അത്ഭുതം. ഞങ്ങളവിടെ പോയത് ഒരു എന്താ ബോട്ടിനൊരു പേരുണ്ട്. അപ്പോൾ 3 ബോട്ട് ഒരാൾ കൊടുത്തു. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൈമാറുന്നതൊക്കെ ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഈ ബോട്ട് കൊടുത്ത ആൾക്കാരുമായിട്ട് സംസാരിക്കാനായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞങ്ങൾ ഓടി വന്ന് ഈ ക്യാമറയുമായിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോടുള്ള ഇൻ്റർവ്യൂ എടുക്കാനോ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനോ കഴിയാതെ പോയി. അതിനകത്ത് അങ്ങനെ ഒരു ദുഃഖമുണ്ട്. പക്ഷെ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അവിടെ ഈ ജാഥയിൽ പങ്കെടുത്ത, അതായത് കഴിഞ്ഞ ദിവസം നീരിക്കാട് നടന്ന ജിസ്മോൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നീരിക്കാട്ട് എന്നുള്ള രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാ ആൾക്കാരും പങ്കെടുത്തുകൊണ്ട് ഒരു ജാഥ ഇവിടെ പ്രതിഷേധ ജാഥ ഇവിടെ നടക്കുകയുണ്ടായി. അതിൽപ്പെട്ട അംഗങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ തണലോരം എന്ന സ്ഥലത്ത് ചാണ്ടിയമ്മൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലെത്തുന്നത്. ഈ ജിസ്മോയുടെ വിഷയത്തിൽ എന്താണ് അടുത്ത നീക്കം, എന്താണ് കോൺഗ്രസ്സുകാരെ ഉണർന്ന് പ്രവർത്തിക്കാത്തതെന്ന് ചോദിക്കാനാണ് ഈ ജാഥയിൽ പങ്കെടുത്ത സ്ത്രീകൾ അവിടെ എത്തിയത്. അപ്പോൾ അവർ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു, സാറ് തന്നെ അവരോട് MLA ഒന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചോദിക്കേണ്ടത് നിങ്ങളാണ്, ഞാൻ MLA കൊണ്ട് നിർത്തിത്തരാം, അപ്പം നിങ്ങൾ അവരോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ MLA കൊണ്ട് അവരുടെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, സാറിനോട് ഈ ജിസ്മോൾ വിഷയത്തിൽ ഇവർക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മുഖം പോലും കൊടുക്കാൻ താല്പര്യപ്പെടാതെ ഒരു ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ചാണ്ടി അങ്ങേപ്പോലുള്ള ജനപ്രതി ഇങ്ങനെ ഒരിക്കലും ആകരുത്. ഉമ്മൻചാണ്ടി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല കോൺഗ്രസ് പ്രസ്ഥാനം തകരാൻ. അദ്ദേഹം അണികൾക്ക് ഊർജ്ജം കൊടുക്കുന്നൊരു നേതാവായിരുന്നു. അതാണ് നിങ്ങളെ ഇന്നും ജനം പ്രതീക്ഷിക്കുന്നത്. അത് മറക്കാതിരിക്കാനാണ് ചാണ്ടിയമ്മനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. അപ്പം വീണ്ടും ഒരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.